ഗാസിപൂരിൽ ഒരു യുവാവിന്റെ ജീവൻ അപഹരിച്ചത് ഒപ്പം നടന്നിരുന്ന സുഹൃത്തുക്കൾ തന്നെയാണ്. ഒടുക്കം ആ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഗംഗാ നദിയിൽ നിന്നും. പിടിയിലായതാകട്ടെ ഒരു സഹോദരനും സഹോദരിയും. ഗാസിപൂരിലാണ് സംഭവം നടക്കുന്നത്. 2.5 ലക്ഷം രൂപയെ ചൊല്ലിയുണ്ടായ തർക്കം ഒടുവിൽ കലാശിച്ചത് കൊലപാതകത്തിലാണ്. സഹോദരനും സഹോദരിയും ചേർന്ന് കഴുത്ത് ഞെരിച്ചാണ് ഒരു യുവാവിനെ കൊലപ്പെടുത്തിയത്. സംഭവം നടക്കുന്നത് ഇങ്ങനെയാണ്. ഗാസിപൂരിലെ സദർ കോട്ട്വാലി പ്രദേശത്തെ ബാരാബംഗ നിവാസിയായ മനോഹർ സിംഗിനെ പെട്ടെന്നൊരു ദിവസം കാണാതാവുകയാണ്. ഏറെ തിരഞ്ഞിട്ടും മനോഹറിനെ കാണാതായതോടെ പോലീസിൽ പരാതി നൽകാൻ മനോഹറിന്റെ കുടുംബം തീരുമാനിച്ചു. കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പലയിടത്തു നിന്നും ലഭിച്ച വിവരമനുസരിച്ച് പോലീസ് മനോഹറിനായി SDRFന്റെയും പ്രാദേശിക മുങ്ങൽ വിദഗ്ധരുടെയും സഹായത്തോടെ ഫെബ്രുവരി 11-ന് ഗംഗാ നദിയിൽ ഒരു തെരച്ചിൽ നടത്തി. ആ തെരച്ചിലിനൊടുവിൽ പോലീസ് കണ്ടെടുത്തത് മനോഹർ സിംഗിന്റെ ചേതനയറ്റ ശരീരമായിരുന്നു. മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെ തന്നെ പോലീസ് അന്വേഷണം കൂടുതൽ ശക്തമാക്കി. അങ്ങനെയാണ് മനോഹറിന്റെ മരണം കൊലപാതകമാണോ എന്ന വഴിയിലേക്കും പോലീസിന്റെ അന്വേഷണം നീളുന്നത്. അന്വേഷണത്തിനിടെ ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ മേദിനിപൂർ നിവാസികളായ പരീക്ഷിത് സിംഗിനെയും സഹോദരി ദീപ് സിംഗിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരെ ചോദ്യം ചെയ്തതിന് പിന്നാലെ പുറത്തു വന്നത് ചില ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. और इस सर्च ऑपरेशन के दौरान कल जो गुमशुदा थे उनका शव गंगा नदी में मिला है, जिसे पोस्टमार्टम के लिए भेज दिया गया था। और परिजनों द्वारा दी गई तहरीर के आधार पे जो सुसंगत धाराएं हैं उनमें मुकदमा तरमीम किया गया है। और जो अग्रेतर वैधानिक कार्यवाही है वो थाना कोतवाली के द्वारा की जा रही है। पूछताछ में और जो एविडेंसेस सर्च के दौरान जो पता चले उसमें ये आया कि ये जो अभियुक्ता लड़की है और जो मृतक, ये दोनों सहपाठी थे। हालांकि अब ये लोग अलग अलग अपनी जॉब करते हैं, लेकिन एक दूसरे से संपर्क में थे। और विगत 1 वर्ष पूर्व महिला से मृतक ने 2.5 लाख रुपए उधार लिए थे और वो उधार वापस नहीं कर रहा था और उसको तरह तरह से मेंटली हैरेस भी कर रहा था और बदनाम करने की धमकी भी दे रहा था। इससे इस महिला ने अपने भाई के साथ मिल के और प्लान बनाया। प्लानिंग के तहत दोनों की बातचीत भी हुई है। रजागंज पुल के पास इसको बुलाया गया बाइक से और उसके बाद फिर गला घोंट के इसकी हत्या कर दी गई थी और बॉडी को नदी में फेंक दिया गया था, जिसे SDRF की सहायता से और स्थानीय गोताखोरों की सहायता से पुलिस टीम ने बरामद किया। और जो अग्रेतर वैधानिक कार्यवाही है वो की जा रही है। जो बाइक है वो भी बरामद की गई है और जो हत्या में प्रयुक्त चुन्नी थी, स्टॉल, उसको भी बरामद किया गया है। और जो वैधानिक कार्यवाही है वो थाने के द्वारा की जा रही है। ദീപ് സിംഗുമായി വളരെ കാലമായി പരിചയത്തിലായിരുന്നു മരിച്ച മനോഹർ സിംഗ് യാദവ്. ഇരുവരും കോളേജ് കാലം മുതൽ തന്നെ പരസ്പരം പരിചയമുള്ളവർ. ഈ സൗഹൃദത്തിന്റെ പേരിൽ ദീപ് സിംഗ് ഏകദേശം 2.5 ലക്ഷത്തോളം രൂപ മനോഹറിന് കടം കൊടുത്തിരുന്നു. എന്നാൽ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും മനോഹർ പണം തിരികെ നൽകാതെ വന്നതോടെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടാകുന്നത് പതിവായി. പണം തിരിച്ചു നൽകാനാകാതെ വന്നതോടെ മനോഹർ സിംഗ് ഈ പെൺകുട്ടി ഉപദ്രവിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. അത് തർക്കം കൂടുതൽ വഷളാക്കി. ഒടുക്കം ദീപ് സിംഗും അവളുടെ സഹോദരനും ചേർന്ന് മനോഹറിനെ കൊന്നുകളയാൻ തീരുമാനിച്ചു. അങ്ങനെ ഫെബ്രുവരി 9-ന് രാത്രി മനോഹറിനെ ദീപ് സിംഗ് വീട്ടിൽ നിന്ന് വിളച്ചിറക്കി സുഹ്വാളിലെ ഗംഗാ നദി റെയിൽവേ പാലത്തിന് സമീപം കൊണ്ടുപോയി. തമ്മിൽ തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദീപ് സിംഗിനെ വിശ്വസിച്ച് മനോഹർ ഒപ്പം പോവുകയും ചെയ്തു. അവിടെ മനോഹറിനെ കാത്ത് പരീക്ഷിത് സിംഗ് നിൽപ്പുണ്ടായിരുന്നു. അവിടെ വെച്ച് അവർ ഇരുവരും തമ്മിൽ പണത്തെപ്പറ്റി സംസാരിച്ച് വീണ്ടും തർക്കമുണ്ടായി. തർക്കം അതിര് കടന്നപ്പോൾ സഹോദരനും സഹോദരിയും ചേർന്ന്
യുവാവിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. പിന്നീട് ആ മൃതദേഹം ഗംഗാ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. തെളിവ് നശിപ്പിക്കാൻ ഇരുവരും ചേർന്ന് മോട്ടോർ സൈക്കിളിന്റെ നമ്പർ പ്ലേറ്റ് മണ്ണിട്ട് മൂടി. മൊബൈൽ ഫോൺ, ഹെൽമറ്റ്, താക്കോൽ എന്നിവ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. വാഹനം ഒരു പാലത്തിൽ പാർക്ക് ചെയ്ത ശേഷം അവിടെ നിന്നും അവർ രക്ഷപ്പെട്ടു. നിലവിൽ കോട്ട്വാലി പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ് പോലീസ് ഇപ്പോൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.